ഞങ്ങളങ്ങനെ പൊന്മുടിയിലേക്കുള്ള യാത്ര ദേ ഇവിടെ ആരംഭിക്കുകയാണ്. ഒരു KSRTC ബസ്സുണ്ട് 2:30-ക്ക്. തമ്പാനൂർ ബസ് സ്റ്റാൻഡിലാണ് ഉള്ളത് ഇപ്പോൾ. അപ്പോൾ ഇവിടുന്ന് നേരെ പൊന്മുടിയിലേക്ക് ഞങ്ങൾ പോയിട്ട് പൊന്മുടിയിൽ എന്തൊക്കെയാണ് കാണുന്നതെന്നെല്ലാം കാണണം. ഇനി പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണണം. അപ്പോൾ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അക്ഷയ ക്യാമറ എടുത്ത് എടുക്കുന്നു. ഞാൻ ആ സൈഡിൽ സീറ്റ് ഇരിക്കാൻ ഉദ്ദേശിച്ചതാണ്. അവിടെ കയറിയിട്ട് ഇരുന്നേ പറ്റുള്ളൂ. തമ്പാനൂരിന്ന് 2:30 ബസ്സിന് പൊന്മുടിയിലേക്ക് പുറപ്പെട്ടു. ഒരേ സ്വഭാവം, ഒരേ വിചാരം. ഇതൊക്കെ എവിടെ പോയി കഴിഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. കാഴ്ച കാണാൻ പോകാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഒറ്റയ്ക്ക് പിന്നെ മുകളിൽ തന്നെ ആയിരിക്കും. ചേട്ടാ പൊന്മുടി എത്രയാ? 79 ഒരാൾക്ക് 79. ഓ, അവിടെ ഈ ട്രിപ്പിന് വേണ്ടിയിട്ട് അങ്ങനെ കുക്കീസൊക്കെ വാങ്ങിയിട്ട് വന്നേക്കുന്നു. എമ്മാതിരി പ്ലാനിങ്. ബസ് കാലിയായി തുടങ്ങി. നോക്കിയേ, ബസ്സിൽ ഇനിയിപ്പോൾ ആൾക്കാർ കുറഞ്ഞു വരികയാണ്. ഞങ്ങളെ വിതുരയിലെത്തിയപ്പോൾ ട്വിസ്റ്റ്. നമ്മൾ ഈ ബസ്സിൽ നിന്ന്, ഇത് വലിയ ബസ്സാണ്, ഇതിൽ പോകാൻ പറ്റില്ല അത്ര. അപ്പോൾ ഇതിലിറങ്ങിയിട്ട് ഇനി ചെറിയ ബസ്സിലേക്ക് കയറണം. ചെറിയ ബസ്സാണ് ഇവിടുന്ന് പോകാറുണ്ട്. അതാണ് ഒന്ന് ബസ്, ആ ചെറിയ ബസ്സാണ്, അതിൽ പോകണമെന്ന്. അപ്പോൾ വന്ന ആളുകളൊക്കെ ഇവിടെ ഇറങ്ങി. ചേട്ടനെ കണ്ടു. ചേട്ടനെ രാവിലെ ഞാൻ ഫോൺ ചെയ്തിട്ട് സംസാരിച്ചേ ഉള്ളൂ. അതായത് നമ്മുടെ ഇപ്പോൾ താമസിക്കാൻ പോകുന്ന ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് അല്ലേ, ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൻ്റെ മാനേജറാണ് ജയപാലൻ ചേട്ടൻ അല്ലേ. യെസ്, 900 റുപ്പീസാണ് അവിടുത്തെ 1 നൈറ്റ് സ്റ്റേക്ക് ചാർജ് ചെയ്യുന്നത് കേട്ടോ. ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസുകൾ ബുക്ക് ചെയ്യുന്ന ഓൺലൈൻ സൈറ്റ് വഴി ബുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെയാണ് ഇവിടത്തേക്ക് വരുന്ന ആളുകൾ ചെയ്യേണ്ടത്. അതെ, നമ്മുടെ ബസ് വരുന്നുണ്ട്. ഇവരൊക്കെ അങ്ങോട്ട് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഈ ബസ്സിലാണ് നമ്മൾ പോകാൻ പോകുന്നത്, പൊന്മുടിയിലേക്ക്. കുഞ്ഞു ബസ് കുറച്ച് മുന്നോട്ടുണ്ടായിരുന്നു ചേട്ടൻ. ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് ചേട്ടൻ വെച്ച സ്ഥലം നോക്കി. ചേച്ചി വരുന്നില്ലേ? നൈസായിട്ട് ഇപ്പം എന്നോട് ഈ സൈഡിലിരിക്കാൻ പറയാം. അവിടെ വെയിൽ വന്നപ്പോൾ ഇത്രയും നേരം അവർക്ക് അവിടെ ഇരിക്കണ്ടായിരുന്നു. അവിടെ നല്ല ടൈറ്റ് ബസ്സാണ് നമുക്ക്. അപ്പോൾ ഈ കുഞ്ഞു ബസ്സിലാണ് പോകുന്നത്. മറ്റേത് തീരെ ആളില്ല. നമ്മളിവിടുന്ന് പുറപ്പെട്ടത് ഈ വെയിൽ കൊള്ളട്ടെ അവസ്ഥ കുറച്ചും കൂടി സൗകര്യം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ആ സൈഡിൽ നിന്ന് ഈ സൈഡിലേക്ക് വന്നത്. ഇതിപ്പോൾ ഞാൻ ഇടുക്കിൽ കുടിക്കുമ്പോഴേ അവളൊരു ഉപകാരമുള്ള കാര്യം ചെയ്ത് ഇവിടെ ബാക്ക് പോയിരുന്നു. സുഖമായിട്ടിരിക്കാൻ വേണ്ടി ഞാനിവിടുന്ന് പറയുന്ന കേട്ടിട്ട് മുന്നിൽ നിന്ന് ഒരാളെന്നെ നോക്കുക. വന്നുകൊണ്ടിരിക്കുന്ന വഴിയിൽ ബസ് നിർത്തി. അപ്പോൾ ചേട്ടന്മാർ ചായ പിടിക്കാൻ പോയി. ഇവിടെ ഒരു ചായക്കടയുണ്ട്, ശാന്തമ്മ തട്ടുകട, കല്ലാർ. അവിടെ ചായ പിടിക്കാനാണ് അവരിറങ്ങിയത്. ഒന്നും പിന്നെ ഞങ്ങളും പുറകെ പോകും. മസാല വടയും പരിപ്പ് വടയും, ഒരു പരിപ്പ് വടയും ബാക്കി മസാല വട. ആ പരിപ്പ് വടയും പുറത്തുനിന്നുള്ള ലൈറ്റും ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു ആംബിയൻസും. ഇതാണ് കല്ലാർ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് അധികം വീതിയില്ലാത്ത വഴിയാവും. അതുകൊണ്ടാണ് പോലും ഇവിടുന്ന് ചായ കുടിക്കാൻ വേണ്ടിട്ട് ബസ് ഇവിടെ നിർത്തി. ഇനി ഇങ്ങനെ നിർത്തിയിടാനുള്ള സൗകര്യം ഉണ്ടാവും സാധ്യത ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ ചേച്ചിയുടെ പേരാണ് കടക്കുള്ളത് അല്ലേ? നിങ്ങളാണ് അപ്പൊ ശാന്തമ്മ. 40 കൊല്ലായി. ഇവിടെ മീൻമുട്ടി വാട്ടർഫാൾസ് ഉണ്ട് കേട്ടോ ഈ വഴിയിൽ. വയനാട്ടിലാണ് ഞാൻ ഈ ഒരു പേര് കേട്ടിട്ടുള്ളത്. ഇവിടെ ഉണ്ടോ? ആ, നമ്മുടെ ബസ് ബ്ലോക്കാക്കി. നല്ല പ്രശ്നമാണല്ലോ. കടുകുമണി വ്യത്യാസത്തിൽ പോവാണ് നമുക്ക്. എൻ്റെ മോനെ, നമുക്ക് ചേട്ടൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അടിപൊളി. ചേട്ടൻ്റെ പേരെന്താ? രജിത് കുമാർ. റോഡൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം സൈഡൊക്കെ ഒന്ന് കെട്ടി നീറ്റാക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഭാവിയിൽ വരുന്ന ആളുകൾക്ക് സൗകര്യം ഉണ്ടാവുമെന്ന് വിചാരിക്കാം. അത്യാവശ്യം തണുപ്പ് വന്ന് തുടങ്ങി, നല്ല സുഖമായി തുടങ്ങി. അടുത്തൊരു ഹെയർ പിൻ. ഇതാണ് വടഞ്ഞിപ്പോൾ കയറിയത്. ഇനിയുണ്ട് 10-16 എണ്ണം. ഓ, അപ്പോൾ കയറിക്കൊണ്ടിരിക്കുക. മരത്തിൻ്റെ ഒക്കെ വരുന്നില്ല. ദക്ഷയുടെ പ്ലാനായിരുന്നു KSRTC പോകാന്നുള്ളത്. അതെന്തായാലും നന്നായി.
ചേച്ചി എനിക്കെല്ലാം പറഞ്ഞു തരുന്നത് അവിടുന്ന് എടുക്കുക ഇവിടുന്ന് എടുക്കുന്നത്. പൊന്മുടിയിൽ നിന്ന് നെടുമങ്ങാടേക്കുള്ള ലാസ്റ്റ് ബസ് വൈകുന്നേരം 5:40 അവിടുന്ന് പൊന്മുടിയിൽ നിന്ന് പുറപ്പെടുക. അതേപോലെ പൊന്മുടിയിലേക്കുള്ള ബസ് എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 2:30 ലാസ്റ്റ് ബസ്. അപ്പോൾ ഞങ്ങൾ അതിനായി ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. ഇത് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ ബസ്സില്ല. ചേച്ചി താങ്ക്സ് കേട്ടോ, അടിപൊളി. ചേച്ചി വിളിക്കുകയാണ്, എനിക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നോണ്ടിരുന്ന ചേച്ചിയാ. അവിടെ 2 പേര് ഫോട്ടോ എടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ കാര്യമായ കാഴ്ചയുണ്ട്. ഉണ്ട് കേട്ടോ. എനിക്ക് 22 ഹെയർ പിന്നിൽ 21 ഹെയർ പിന്നും കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ടോപ്പിലെത്തി. അടിപൊളി. കിട്ടു. ഞങ്ങളിപ്പോ ഈ ബസ്സിൽ ഇത്രയും ആൾക്കാരേ ഉള്ളൂ. അത് അക്ഷയ, പിന്നെ 2 ഇതുപോലെ നമ്മളെ പോലെ കാണാൻ വരുന്ന ആളുകൾ, പിന്നെ നമ്മുടെ ഗസ്റ്റ് ഹൗസിന്റെ മാനേജർ ചേട്ടൻ, പിന്നെ നമ്മുടെ കണ്ടക്ടർ ചേട്ടൻ, ഡ്രൈവർ ചേട്ടൻ, ഇത്രയും ആൾക്കാരേ ഉള്ളൂ. സോ പൊന്മുടിയിലേക്ക് വരുന്ന ആളുകൾക്ക് ഇതാണ് ഒരു റെക്കമെൻഡഡ് യാത്ര കേട്ടോ. അതായത് KSRTCയിൽ ഈ ടൈമില് ബസ്സിന് വന്നു കഴിഞ്ഞാൽ ഇവിടെ എത്തുമ്പോഴേക്കും നമ്മുടേതായിട്ടൊരു ബസ്സിൽ പോകുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടാവും. അതായത് ഇവിടെ സ്റ്റേ ചെയ്യാൻ വരുന്ന ആളുകൾ, മറിച്ച് ഇവിടെ കാഴ്ചകൾ കണ്ടിട്ട് അന്ന് തന്നെ തിരിച്ചു പോകുന്ന ആൾക്കാർ രാവിലത്തെ ബസ്സിന് വന്നിട്ട് വൈകുന്നേരം ഇതേ ബസ്സിന് തിരിച്ചു പോകുന്നതായിരിക്കും നല്ലത്. അല്ലാത്ത പക്ഷേ ഇവിടെ സ്റ്റേ ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ് ബുക്ക് ചെയ്യാം. അത് ബുക്ക് ചെയ്തിട്ട് ഇതേ ബസ്സിന് വരാം. എന്നിട്ട് വൈകുന്നേരം ഇവിടെ എക്സ്പ്ലോർ ചെയ്യാം. രാവിലെ അല്ലെങ്കിൽ നാളെ എന്നിട്ട് പോവാം. നമ്മൾ ലാസ്റ്റ് ഹെയർ പിന്നും കഴിഞ്ഞു. ഏറ്റവും ടോപ്പിലെത്തി. നമുക്ക് ഇറങ്ങാനുള്ള സ്ഥലത്തേക്കൊണ്ടിരിക്കാം. കംപ്ലീറ്റ്ലി ഇതേ മഞ്ഞ് മൂടി, കോട മൂടിയിട്ട് നോക്കി ഒന്നും കാണുന്നില്ല. ടോപ്പിലെത്തി നമ്മള്. ഫുള്ള് കോട മൂടി കിടക്കുക അല്ലേ? വലിയ കൊക്കെ ഇവിടെ. ചേട്ടൻ എഴുന്നേറ്റ് ഇതിന് തിരിച്ചു വരാം അല്ലേ? ഓക്കെ. നമ്മുടെ ഗസ്റ്റ് ഹൗസ് ഇവിടെയാണ് അത്ര. ചേട്ടൻ അവിടെ ഇറങ്ങുകയാണ്. ഞങ്ങള് മേലെ പോയിട്ട് തിരിച്ചു വരാം ചേട്ടാ. എവിടെയാ ഗസ്റ്റ് ഹൗസ്? അങ്ങോട്ടാണല്ലേ? ഓക്കെ. ഇത് നോക്കിയേ, നമ്മുടെ ചേട്ടൻ തന്നെ പറയുന്നുണ്ടായിരുന്നു ഇതുപോലൊരു കാഴ്ച ഇത്രയും തെളിഞ്ഞ അന്തരീക്ഷത്തിൽ പൊതുവെ കിട്ടാറില്ല എന്നുള്ളത്. അതാണ് ഞങ്ങൾ ഐശ്വര്യമുള്ള ആൾക്കാർ വന്നോണ്ടാ. നോക്കിയേ എന്താ രസം. നോക്കിയേ, കാണുമ്പോ പേടിയാ വന്നിട്ട്. ഒരു അരുവി ഉണ്ടോ പാറക്കൂട്ടത്തിനിടയിലൂടെ? നോക്കിയേ, നമ്മളീ പുറത്തേക്ക് തലയൊക്കെ ഇട്ടിട്ട് എടുക്കുന്നതൊക്കെ ശ്രദ്ധിച്ചിട്ട് എടുക്കണം കേട്ടോ. നമ്മൾ പ്രത്യേകം നോക്കിക്കൊണ്ടാണ് അത് എടുക്കുന്നത്. അങ്ങനത്തെ വിഷയം സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങൾ നോക്കിയിട്ടാണ് എടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ അത് ശ്രദ്ധിക്കണം. ഇതുവഴി വരുന്ന ആളുകൾ നല്ല രസമുണ്ട്. അതിന് പറ്റിയ വിഷയൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് കേട്ടോ. ഇവിടെ കാഴ്ച കണ്ടോണ്ട് ഒരുപാട് പേര് ബ്യൂട്ടിഫുൾ. ഇതിവിടെ എൻഡിൽ ഇത് ഇവിടെ ഒരു പാർക്ക് ഉണ്ട് കേട്ടോ. ആ പാർക്ക് നോക്കി, കോട നോക്കി. ഇതൊരു പാർക്കാണ് ഇവിടെ. നല്ല റഷ് ഉണ്ട് ഇവിടെ. ഇവിടെ വരെയാ ബസ് ഉള്ളത്. ബസ് അവിടെ നിർത്തി. ഇവിടെ ഇഷ്ടം പോലെ ആളുണ്ട്. നല്ല ക്രൗഡുള്ള ടൈമാണ്. നോക്കിയേ, മുകളിലേക്ക് കണ്ടോ. പിന്നെ ഇവിടെ ഇതുവഴി നടന്നിട്ട് അവിടെ ഒരു വാച്ച് ടവർ വരെ പോവാം. അതിപ്പോൾ പോയി കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ നടന്നിട്ട് കൊണ്ടുവരും ലഗേജ് ഒക്കെ ആയിട്ട്. നാളെ എങ്ങാനും വരാൻ നോക്കാം. അങ്ങ് കണ്ടോ, സ്കൂൾ കുട്ടികളെങ്ങാനാ തോന്നുന്നു. അവിടുന്ന് വലിയൊരു ലൈൻ ഓഫ് ആളുകൾ വരുന്നു. അടിപൊളി, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ, ബ്യൂട്ടിഫുൾ ക്ലൈമറ്റ്, അടിപൊളി. താങ്ക് യു, ബൈ ബൈ. ആ ചേട്ടൻ ഉള്ളത് കൊണ്ട് ഒരു KSRTC ബസ് നമ്മുടെ സ്വന്തം ബസ് പോലെ ആയിട്ട് വന്നു. സോ പൊന്മുടി വരെ എത്തിയതിൻ്റെ കാഴ്ചകൾ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി ഇവിടുന്ന് നേരെ ഗസ്റ്റ് ഹൗസിൽ പോയിട്ട് അവിടെ സ്റ്റേ ചെയ്ത് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.